അപ്പോൾ വേറെ ആരും ചോദിച്ചിട്ടല്ല, അമ്മോള് കുറേ ദിവസമായിട്ട് ഇങ്ങനെ പുറകെ നടക്കാണ്ട് അമ്മ എനിക്ക് ക്യാരറ്റ് ഹൽവ വേണമെന്ന്. അപ്പോൾ അത് ആ ക്യാരറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അത് നന്നായിട്ട് അതിൻ്റെ തൊണ്ടെല്ലാം കുറച്ച് കളഞ്ഞിട്ട് അത് കഴുകിയും വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ 4 ക്യാരറ്റാട്ടോ എടുത്തിരിക്കണത്. അത് കഴുകി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം അത് നന്നായിട്ട് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് എടുക്കണുണ്ട് കേട്ടോ. അപ്പം അമ്മോള് ഉറങ്ങി എഴുന്നേറ്റ് വന്നിട്ടില്ല കേട്ടോ. അപ്പം അമ്മോള് എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കും സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനങ്ങനെ രാവിലെ തന്നെ അത് ചെയ്തുകൊണ്ടിരിക്കണത്. അപ്പോൾ ക്യാരറ്റെല്ലാം നന്നായിട്ട് ഇതാ ഗ്രേറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസം കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഗ്രേറ്റ് ചെയ്ത് അതിൻ്റെ ആ ഒരു ഓറഞ്ച് കളറൊക്കെ കണ്ടില്ലേ, കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ്, പിന്നെ ഒരു ബൗളിൽ മിൽക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്, ഷുഗർ, പിന്നെ നെയ്യ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കാഷ്യൂസ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല കേട്ടോ. പെട്ടെന്ന് തീരുമാനിച്ചുണ്ടാക്കിയതാണ്, അതുകൊണ്ട് കാഷ്യൂസ് ഇല്ലായിരുന്നു. അങ്ങനെ എപ്പോഴത്തെയും പോലെ പാൻ കഴുകി വച്ചിട്ടുണ്ട്. അങ്ങനെ പാൻ ഡ്രൈ ആയപ്പോൾ അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തു കേട്ടോ. 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു. പിന്നെയും കിടക്കട്ടെ എന്ന് കരുതിയിട്ട് വീണ്ടും 1 സ്പൂണും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആക്കിയിട്ട് അതിലേക്ക് ഞാൻ കുറച്ചായിട്ട് ആ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും എടുത്ത് വെച്ചിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ സമയത്തൊന്നും ആഡ് ചെയ്തിട്ടില്ല. ആ ക്യാരറ്റും നെയ്യും കൂടി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ അതിലേക്ക് നമ്മുടെ ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തു. കുറച്ച് ഷുഗറാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തുള്ളൂ. അപ്പോൾ ഷുഗറിൻ്റെ ടേസ്റ്റിനേക്കാളും നമ്മുടെ മിൽക്ക് അപ്പോൾ ഒരു 4 സ്പൂണെങ്ങാണ്ട് തന്നെ ഷുഗർ ചേർത്തുള്ളൂ. പിന്നെ മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഈ ക്യാരറ്റ് ഹൽവയ്ക്കൊക്കെ ആ മിൽക്ക് മെയ്ഡിൻ്റെ ടേസ്റ്റ് കൂടുതലായിട്ട് വരുമ്പോൾ അതായിരിക്കും ടേസ്റ്റ്. അപ്പോൾ അത് നന്നായിട്ട് അതും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഷുഗറും മിക്സ് ചെയ്ത് കൊടുത്തിട്ടാണ് അത് ചേർത്ത് കൊടുത്തത്. പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ക്യാരറ്റ് ഹൽവ നമ്മളതിലേക്ക് മിൽക്ക് ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് മിൽക്ക് നന്നായിട്ട് ഫുൾ ഫ്ലെയിമിൽ തന്നെ നന്നായിട്ട് ബോയിലാവാൻ വേണ്ടിയിട്ട് വച്ചിരിക്കുകയാണ് കേട്ടോ. നന്നായിട്ട് തന്നെ ബോയിലായി വരണമല്ലോ. അപ്പോൾ അതാ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ പാലെല്ലാം നന്നായിട്ട് തന്നെ തിളച്ച് വരുന്നുണ്ട്. നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ ഞാനത് സിമ്മിലാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും അമ്മോളെ ഞാൻ ബിഗ് സർപ്രൈസ് എന്നൊക്കെ പറഞ്ഞ് എഴുന്നേൽപ്പിച്ച് കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ട്. അങ്ങനെ നന്നായിട്ട് അത് തിളച്ച് വന്നതിന് ശേഷം ഞാൻ സിമ്മാക്കിയിട്ട്, അങ്ങനെയാണല്ലോ പാല് നമ്മൾ ചെയ്യുന്നത്, തിളച്ച് കഴിയുമ്പോഴത്തേക്കും. അപ്പോൾ അതാ പുറത്ത് നല്ല കാറ്റുണ്ട് കേട്ടോ. അപ്പോൾ കാറ്റൊക്കെ നോക്കിയിരിക്കുമ്പോഴത്തേക്കും തന്നെ നല്ല മഴയുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ആ വോയിസ് ഓവർ കൊടുക്കണ സമയത്ത് ഇപ്പോഴും മഴയുണ്ട് കേട്ടോ, നല്ല മഴയാണ്. അപ്പോൾ പിന്നെ വീഡിയോ എടുത്തിരിക്കണത് അമ്മോളാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വിരുന്നുകാർ അതിലേ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഉറുമ്പുകൾ അതൊക്കെ ക്ലീനാക്കി അത് കഴിഞ്ഞിട്ട്. അപ്പോൾ ആ ക്യാരറ്റ് ഹൽവ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് ഇങ്ങനെ ഒരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ കാഷ്യൂസൊന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. ക്യാരറ്റ് ഹൽവ എന്നാലും നല്ല അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മോള് ടേസ്റ്റ് പറയണതാണ് കേട്ടോ. എന്തായാലും അടിപൊളിയായിരുന്നു, സൂപ്പർ ടേസ്റ്റ്.